ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇറാൻസ് ട്യൂഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്സ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. എന്താണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ കമ്പനിയിൽ ഒരു വാക്കൻറ്റ് പൊസിഷൻ ഉണ്ട്. ആ വാക്കൻറ്റ് പൊസിഷൻ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെലക്ഷനോ? നമുക്കറിയാം, നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ലഭിക്കും, 100ഉം 150ഉം. അപ്പോൾ അതിൽ നിന്ന് വാക്കൻറ്റ് പൊസിഷൻ ആകെ ഒന്നേ ഉണ്ടാവുള്ളൂ. ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യണം അമംഗ് ദാറ്റ് 150 കാൻഡിഡേറ്റ്സ്. അപ്പോൾ ആ 150യിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള ആളെ ചൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? സെലക്ഷൻ എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസസ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ഡിഫറൻസസ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് കാൻഡിഡേറ്റ്സ് ഫോർ വാക്കൻറ്റ് പൊസിഷൻ. അല്ല, ഓൾറെഡി ഞാൻ പറഞ്ഞു, റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാക്കൻറ്റ് പൊസിഷനിലേക്ക് നമ്മൾ എന്തു ചെയ്യുകയാണ്? ഫൈൻഡിങ് കാൻഡിഡേറ്റ്സിനെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടെത്തിയാൽ മാത്രം മതിയോ? പോരാ, എന്ത് ചെയ്യണം? സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ഇറ്റ്. ആ ജോബിലേക്ക് അവരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും വേണം. അതേ സമയത്ത് സെലക്ഷൻ എന്താണ്? സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പിക്കിംഗ് അപ്പ് ദി ബെസ്റ്റ് കാൻഡിഡേറ്റ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ് ആൻഡ് ഓഫറിംഗ് ദം എ ജോബ്. അല്ലേ? ആ അപ്ലിക്കേഷൻസ് കിട്ടിയതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കാം, റിക്രൂട്ട്മെൻറ്റ് ഈസ് നോൺ ആസ് പോസിറ്റീവ് പ്രോസസ്. റിക്രൂട്ട്മെൻറ്റ് അറിയപ്പെടുന്നത് പോസിറ്റീവ് പ്രോസസ്സ് എന്നും അതേസമയം സെലക്ഷൻ അറിയപ്പെടുന്നത് നെഗറ്റീവ് പ്രോസസ്സ് എന്നുമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇത്രയേ ഉള്ളൂ. ഈ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അട്രാക്ട്സ് മോർ ആൻഡ് മോർ ജോബ് സീക്കേഴ്സ് ടു അപ്ലൈ ഫോർ ദി പോസ്റ്റ്. അല്ലേ? നമ്മൾ എന്താണ് വാക്കൻറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാണ്? അട്രാക്റ്റ് ചെയ്യുകയാണ്. ദാറ്റ്സ് വൈ വി ആർ കോളിംഗ് ഇറ്റ് ആസ് എ പോസിറ്റീവ് പ്രോസസ്. എന്നാൽ സെലക്ഷനോ? സെലക്ഷൻ എന്ന് പറയുന്നത് കിട്ടിയ ആപ്ലിക്കേഷൻസിൽ നിന്ന് ഫിറ്റ് അല്ലാത്ത ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? എലിമിനേറ്റ് ചെയ്യാണ്. അല്ല, അപ്പോൾ ആ എലിമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ നെഗറ്റീവ് പ്രോസസ് എന്നും വിളിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, ഇറ്റ്സ് എ നെഗറ്റീവ് പ്രോസസ് ആസ് ഇറ്റ് റിജക്ട്സ് ഓൾ ദി അൺഫിറ്റ് കാൻഡിഡേറ്റ്സ്. ഇനി മൂന്നാമത്തേത് എന്താണ്? റിക്രൂട്ട്മെൻറ്റ് എയിംസ് അറ്റ് ഇൻവൈറ്റിംഗ് മോർ ആൻഡ് മോർ കാൻഡിഡേറ്റ്സ് ടു അപ്ലൈ ഫോർ ദി വാക്കൻറ്റ് പൊസിഷൻ. അല്ലേ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എന്താണ്? വാക്കൻറ്റ് പൊസിഷനിലേക്ക് ഒരുപാട് ആൾക്കാരുടെ ഇൻവിറ്റേഷൻ ലഭിക്കുക അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. എന്നാൽ സെലക്ഷൻ എന്താ എയിം ചെയ്യുന്നത്? സെലക്ഷൻ എയിം ചെയ്യുന്നത് റിജക്റ്റിംഗ് അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ആൻഡ് അപ്പോയിൻറ്റിംഗ് ദി റൈറ്റ് കാൻഡിഡേറ്റ്സ് അറ്റ് ദി ജോബ്. ആവശ്യമില്ലാത്ത അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ ജോബിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഇനി ഓക്കെ, ഇറ്റ് ഈസ് ക്വൈറ്റ് സിമ്പിൾ. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സിമ്പിളാണ്. കാരണം നമുക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുകയും നമ്മൾ എന്ത് ചെയ്താൽ മതി? അവരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്താൽ മതി. എന്നാലോ സെലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലക്സ് ആക്ടിവിറ്റി. അതൊരു കോംപ്ലക്സ് ആക്ടിവിറ്റിയാണ്. വൈ? ബിക്കോസ് നമുക്കൊരു 100സോ അല്ലെങ്കിൽ 150s ഒക്കെ അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ അപ്ലിക്കേഷൻസും നമ്മൾ സ്ക്രൂട്ടിനി ചെയ്തെടുത്ത് അതിൽ നിന്ന് ബെസ്റ്റ് ആളെ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഈ സെലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ്. ഇനി നോക്കാം, നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഈസ് ഇറ്റ് കൺസ്യൂംസ് ലെസ് ടൈം. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ അട്രാക്ട് ചെയ്താൽ മതി. സോ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചുരുങ്ങിയ സമയത്ത് ഒരുപാട് കാൻഡിഡേറ്റ്സിലേക്ക് നമുക്ക് റീച്ച് എത്തിക്കാൻ കഴിയും. എന്നാൽ സെലക്ഷൻ എന്ന് പറയുന്നത് കൺസ്യൂംസ് മോർ ടൈം. ഒരുപാട് സമയമെടുക്കും. കാരണം ഈ അപ്ലിക്കേഷൻസ് മൊത്തം സ്ക്രൂട്ടിനി ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെടുക്കണം, ഇൻ്റർവ്യൂസ് ചെയ്യണം, അവർക്ക് ടെസ്റ്റുകൾ നടത്തണം, എന്നിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ, ഈ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്കണോമിക്കൽ പ്രോസസ് ആൻഡ് ദി സെലക്ഷൻ ഈസ് എൻ എക്സ്പെൻസീവ് പ്രോസസ്. സെലക്ഷന് റിക്രൂട്ട്മെൻറ്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് എക്സ്പെൻസ് കൂടുതലാണ്. കാരണം നമുക്കറിയാം, ടെസ്റ്റസ് നടത്തണം, അതുപോലെ തന്നെ ഇൻ്റർവ്യൂസ് നടത്തണം. സോ ഇൻ്റർവ്യൂ പാനലിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സെലക്ഷൻ പ്രോസസ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ദി റിക്രൂട്ട്മെൻറ്റ്. സോ ഗൈസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് പോയിൻറ്റ്സും നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.